dear juniors, welcome back to Junior Chronicle. മരണശേഷം തലച്ചോർ മോഷ്ടിക്കപ്പെട്ട ഒരു ശാസ്ത്രജ്ഞനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അത് മറ്റാരുമല്ല, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആൽബർട്ട് ഐൻസ്റ്റീൻ. ജർമ്മനിയിൽ ജനിച്ച അദ്ദേഹം ഏതാണ്ട് 9 വയസ്സ് വരെ ശരിയായ രീതിക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരാളായിരുന്നു. എന്നാൽ മാത്തമാറ്റിക്സിൽ അതീവ ബുദ്ധിശാലിയും. കുട്ടികൾക്ക് ട്യൂഷൻ എടുത്തും ചെറിയ ക്ലറിക്കൽ ജോലികൾ ചെയ്തുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യ കാലഘട്ടം. അവിടെ നിന്നും അദ്ദേഹം പിൽക്കാലത്ത് നോബൽ പ്രൈസ് ജേതാവായി മാറുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്റെ ആദ്യ ഭാര്യയ്ക്ക് വാക്ക് നൽകിയിരുന്നു, തനിക്ക് എപ്പോഴെങ്കിലും നോബൽ പ്രൈസ് ലഭിക്കുകയാണെങ്കിൽ ആ സമ്മാനത്തുക തന്നുകൊള്ളാമെന്ന്. പിന്നീട് അത് സംഭവിക്കുകയും അദ്ദേഹം ആ വാക്ക് പാലിക്കുകയും ചെയ്തു. സോക്സ് ധരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളായിരുന്നു ഐൻസ്റ്റീൻ. അതൊരു നോയിസൻസ് ആയിരുന്നു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. ഐൻസ്റ്റീന്റെ മരണശേഷം പോസ്റ്റ്മോർട്ടത്തിനിടയിൽ അദ്ദേഹത്തിന്റെ തലച്ചോർ മോഷ്ടിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ കൺസെന്റ് ഇല്ലാത്തൊരു പ്രവൃത്തി ആയതുകൊണ്ടാണ് അതിനെ മോഷണം എന്ന് പറയുന്നത്. ഇത്രയും ബുദ്ധിശാലിയായ അദ്ദേഹത്തിന്റെ തലച്ചോറിനെ കുറിച്ച് പഠിക്കാനും മറ്റുള്ള തലച്ചോറുകളിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന് കണ്ടെത്താനും ഒക്കെയായിരുന്നു ആ ഒരു ശ്രമം. എന്തു തന്നെയായാലും സംസാരിക്കാൻ വൈകിയ കുട്ടി ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന, എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വ്യക്തിത്വമായി മാറി. നിങ്ങളുടെ ഉള്ളിലുള്ള കഴിവുകളെ നിങ്ങൾ തിരിച്ചറിയൂ. മറ്റുള്ളവരല്ല, നിങ്ങൾ സ്വയമേ തന്നെയാണ് നിങ്ങളുടെ ബുദ്ധിശക്തി അളക്കേണ്ടത്. നാളെ മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ബൈ.